മോഹന, എല്ലാരും ഉണ്ടല്ലോ, നന്നായി. ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് വന്ന് കാണണ്ടല്ലോ. മക്കളെ, നിങ്ങൾ താഴ്ത്തോട്ട് ചെല്ലി, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേട്ടൻ എവിടെയായിരുന്നു? എന്താ ചേട്ടൻ്റെ പ്രശ്നം? സന്തോഷാടാ, ഇത്രയും കാലത്തിന്റെ ഇടക്ക് നീ ചോദിച്ചല്ല ഏട്ടൻ എന്താ പ്രശ്നം. സന്തോഷായി. എങ്കിൽ കേട്ടോ, ഞാൻ എൻ്റെ പ്രശ്നം പറയാം. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എടാ, ഈ വിവരം ഇന്നലെ ആവണി ഇവിടെ പറഞ്ഞു. ആ സന്തോഷം നിന്റെ അടുത്ത് പറയാൻ വന്നപ്പോഴാണ് നിന്നെ കാണാണ്ടായത്. കാണാതായതല്ല അമ്മ, ഞാൻ കുറച്ച് സത്യങ്ങൾ അറിയാൻ വേണ്ടി പോയതാ. വക്കീലേ, നിങ്ങള് ആവണീനെയും അമ്പിളീനെയും പിന്നെ നിങ്ങളുടെ ഭാര്യനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു. വക്കീലിന് നോക്കി കണ്ണുരുട്ടൊന്നും വേണ്ട. വക്കീല് പറഞ്ഞില്ലേലും കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിക്കും. ഇവരെ 3 പേരെയും വക്കീൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. വക്കീലിനെ വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ വക്കീലിനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. വക്കീലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഏത് നേരവും വക്കീൽ ഇവരുടെ കസ്റ്റഡിയിലായിരുന്നു. ഞാൻ പറയാറില്ലേ, എത്ര നാൾ നീയും നിന്റെ കൂട്ടുകാരും തോൽപ്പിച്ചു വെക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ സത്യം പുറത്തു വരും. വക്കീലെന്ന് വിളിച്ച കോൾ എൻ്റെ ഫോണിൽ റെക്കോർഡായിരുന്നു. ഇന്നലെ ഞാനത് കേട്ടത്. നിങ്ങൾ സംസാരിച്ച് മുഴുവൻ ഞാൻ കേട്ടു. മോഹന, നീ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ആവണ്ണെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തത്. ഗർഭിണിയാണെന്ന് പറഞ്ഞാ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള പേടി കൊണ്ടും പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയാണ് അവർ ആശുപത്രി പോയത്. പരീക്ഷ കഴിഞ്ഞ് സമാധാനത്തോടെ അവളിത് നമ്മളോട് പറയാനിരുന്നതാണ്. അമ്മ ഇത്രയും പാവമായി പോയല്ലോ അമ്മേ. ഇത്രയും നിഷ്കളങ്കയായ അമ്മയാണ് നിങ്ങൾ ഇത്രയും നാൾ പറ്റിച്ചോണ്ടിരുന്നത്. പറ്റിച്ചോണ്ടിരുന്നാ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയാണ് ഇവര് ഹോസ്പിറ്റലിൽ പോയെന്നാണ് അമ്മയുടെ വിചാരം. പറയടി, കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയാണോ നീ ഇവരും കൂടെ ഹോസ്പിറ്റലിൽ പോയത്? മറുപടി പറയാൻ പാടായിരിക്കും, പറയണ്ട. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ